അപ്പോൾ ഹലോ ഗായ്സ്, ഈ വീഡിയോ എവിടെ നിന്നൊക്കെയോ തുടങ്ങി എവിടെ നിന്നൊക്കെയോ അവസാനിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പോക്ക്. അപ്പോൾ നിങ്ങളെല്ലാം ഇതൊന്ന് കണ്ടിട്ട് വരും. ബാക്കി കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറയാം. ഗായ്സ്, ഇന്ന് നമ്മൾ വീട്ടിൽ പറയാതെ ഷവർമ അയക്കാൻ പോകുന്ന ബ്ലോഗാണ്. എൻ്റെ കൂടെ ഉള്ളത് ഗൂഗിൾ. അപ്പോൾ നമുക്ക് ഷവർമ അയക്കാൻ എവിടെ പോകുന്നത്? വണ്ടി വാ പറ. ആരാ എന്തിന്? അവര് കളിക്കാൻ പോവാം. അതിനവൻ ഷവർമ കഴിക്കാൻ വരും എൻ്റെ കൂടെ. എന്തുകൂടാ പോയി കളിയടാ എൻ്റെ കൂടെ. ഇങ്ങനെയൊക്കെയല്ലേ കളിച്ചല്ലേ പഠിക്കുന്നത്. നമുക്ക് എന്തായാലും ഷവർമ കഴിക്കാൻ പോവാം. ഷവർമ കഴിക്കുന്നതിനായിരുന്നു നമ്മൾ കാറ്റിൽ വന്നു കുറച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. ഗൈസ്, അവിടെ എൻ്റെ ഒരു ട്രൈപോഡ് ഉണ്ട്, കാണുന്നില്ല. എങ്ങനെ ചാടും? വെള്ള ചെരുപ്പ് അത് തന്നെ കുഴപ്പമില്ല. ഇത് വെച്ച് എങ്ങനെ ആടുകളാ? വേണ്ട, പോകണ്ടത്. ഇതൊരു അഴുക്കുള്ള എനിക്ക് ഈ വെള്ളച്ചെരുപ്പ് ഇട്ടുകൊണ്ട് ചാടാൻ. ഞാൻ നമുക്ക് പോവാ ഷവർമ തന്നെ അയ്യാൻ പോവാം. ഇവിടെ ആയിരുന്നു ഞങ്ങൾ വായി നോക്കിയിരിക്കാൻ പോകുന്നു. ആറ്റ് തീരം രസമല്ലേ? അതാ എന്നാ ഇനി ഷവർമ കഴിക്കാം. വെള്ളമില്ലേ കോഴിക്കരി പാലത്തില്? അഴുക്ക് വെള്ളമോ? അഴുക്ക് വെള്ളം. അതെ അതെ, മണ്ണും ചെളിയും വെള്ളം. നമ്മുടെ ഷവർമ വന്നു. ആ ഗൂഗിൾ പോയിരുന്നു കഴിക്കുന്നു. കഴി എന്താ പറയണ്ടേ? കഴിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ കൊല്ലത്ത് വന്നേക്കുവാണ്. ആദ്യം ബ്രോയുടെ അടുത്തേക്ക് വർക്കലയൊക്കെ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഇനിയിപ്പം വന്നിട്ടുണ്ട്. അവനെ പോയി കണ്ട് ഇടിച്ചിട്ട് വരാം. ഇവിടെ കിടപ്പുണ്ടെന്ന് അവൻ പറഞ്ഞു. എത്ര ദൂരം ഉണ്ടാ? പറ, എന്തേലൊക്കെ പറ. അതെ അതെ, നമ്മളെ ആയിട്ടൻ വർക്കല ബീച്ചിൽ കൊണ്ടുവന്നേക്കുന്നതാ. ഏതോ കൊച്ചുള്ളവരോടൊക്കെ നിൽക്കുക. എന്തുവാ ഇത്ര മുതുക്കിയായിട്ട് ഈ ഊള സാധനം? കൃത്യമായിട്ടും പൈസ നെയ് ബൈ മലയാളിയാണ്. കേറി വാളാ വൈരിയം വിടുന്ന പോരെ. എന്തോടാ അരുവിയോ? വർക്കല കൈകാശോടെ ഒരു മഴ തിരിഞ്ഞു നിൽക്കുന്നേ. പബ്ലിസ് മോക്കോ മേടിച്ചേർന്നോ? കഴിഞ്ഞു പോവല്ലേ? പറ നമ്മളെവിടാ പോകുന്നത്? നമ്മളിപ്പോ ആറന്മുള വള്ളസദ്യക്ക് പോവുകയാണ്. ആരുടെ പാസ്? എന്റെ പാസ്. ഇനി പാസ് തന്നു. 3 പാസ് ഉണ്ട്. നമ്മൾ രണ്ടുപേരും ഒരാളെ വിളിച്ച് നോക്കി കുറെ വിട്ട് ഒന്നില്ലായിരുന്നു.
അപ്പൊ നമ്മൾ പോയിട്ട് അവിടെ ഉള്ള ആർക്കാന്ന് വെച്ചാൽ ഇനിയും കൊടുക്കാം. കൊടുക്കുക. അതാണ് ഒരാൾ വള്ളസദ്യ. അതെ guys. അല്ലെങ്കിൽ പറ്റത്തില്ല, വെള്ളത്താലല്ല ഇരിക്കുന്നത്. നമ്മൾ വെള്ളസദ്യ കഴിച്ചു. എന്താണ് അതിന് പറയാനുള്ളത്? വെള്ളസദ്യ കഴിച്ചു guys. നല്ല ഊണായിരുന്നു. മോരും പരിപ്പും എല്ലാം കിട്ടി. കുഴപ്പമില്ലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പായസം തന്നു. പക്ഷെ പരിപ്പിച്ചിരിപ്പിച്ചില്ലായിരുന്നു. എല്ലാം തന്നു, എല്ലാം കുറവായിരുന്നു. കുഴപ്പമില്ല. വെള്ളക്കാരോടെ നമ്മൾ പോകണ്ടല്ലേ, നമ്മള് പാസ് കൊടുത്ത് കാശ് കൊടുത്ത് പോകുന്നതാണ് നല്ലത്. എനിക്ക് വെള്ളക്കാരൻ്റെ കൂടെ പോയാ കുറെ പാട്ടൊക്കെ പാടി കുറെ സമയമൊക്കെ ഇതാകുമ്പോ നമുക്ക് പാസ് കഴിച്ചിട്ട് ഇങ്ങനെ വരാം. ഞാൻ നോക്കിട്ട് അതാണ് ഏറ്റവും നല്ല വഴി. ഈ ഒരു ദിവസം വള്ളത്തേലൊന്ന് പോണം. മറിയോ എന്നുള്ളൊരു പേടിയേ ഉള്ളൂ. വന്നു ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ വീട്ടിലാ ജോജി ബോയ്. അവനിപ്പോ വരുമ്പോ ഞാൻ കാണിക്കാം. അച്ചുവങ്കളുടെ അവിടെയോ? വേണ്ടേ? ഓക്കെ, നീ വണ്ടി എടുപ്പോ, പരിപാടിയാ. കുറച്ച് പരിപാടി ഉണ്ട്. ഇതാണ് ഗൈസ് ജോജി ബോയ്. എന്തുവാ നേരെ തിരിച്ചായിരിക്കും. അല്ല ആദ്യം നേരെ ഡ്രൈവർ പുറകെ റിവേഴ്സ്. ഞാൻ ഒരു കാര്യം പറയാം. നീ അവിടെ ചെന്നിട്ട് ലവ് ടോപ്പിക് ഇടല്ലേ? ലവ് ടോപ്പിക് ഇടല്ലേ? നമ്മളൊരു മരണ വീട്ടിലാണ്. എല്ലാം കഴിഞ്ഞു. അവര് കാപ്പി എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചാൽ നീ വേണ്ടാന്നേ പറയാവുള്ളൂ. കുഴപ്പമില്ല ആന്റി, എനിക്ക് വിശക്കുന്നുണ്ടോ? എടോ കഴുതാ, നിനക്ക് ഞാൻ തിരിച്ചു വരുമ്പോ മണ്ണിൽ നിന്ന് ഷവർമ്മ വാങ്ങിച്ചേരാം. ഇവന് ഷവർമ്മ കഴിക്കണമെന്നുണ്ട്. എടാ ഞാൻ കാര്യം ചോദിച്ചോട്ടെ, അവർക്ക് ചായ ഓർഡർ ചെയ്യാൻ പറ്റും? എടാ നീ പറയണ, എടാ നീ ആദ്യം ഒരു ഡയലോഗ് അടി. നീ വേണ്ടെന്ന് പറഞ്ഞു, അവരിടത്ത് ഇട്ടിരുന്നെങ്കിൽ തരട്ടെ. ഞാൻ വേണമെന്ന് പറയാം. അല്ല നീ ഇങ്ങനെ നീ തള്ളി വിടണം. ആന്റി ഇല്ല, ഇച്ചിരി തള്ളി വിടണം. അല്ലാതെ ചായ എടുക്കട്ടെ ബിരിയാണി എടുക്കട്ടെ എന്ന് പുള്ളിക്കാരത്തെ സ്വാഭാവികമായിട്ടും പറയും. നീ എടുത്തോന്ന് പറയും. എടാ ഞാനൊരു ഇതായിട്ട് പറഞ്ഞേടാ, കഴിക്കട്ടെ. നമ്മളിപ്പോ പോകുന്ന 3 മണിക്കാ. അപ്പൊ അവര് സ്വാഭാവികമായിട്ടും കഴിക്കാനൊക്കെ എടുക്കും. ഒരു മര്യാദ. അതെ, നമ്മള് ചായ വേണം, ജ്യൂസ് വേണം, കാപ്പി വേണം. കാപ്പി 2 സ്പൂൺ പഞ്ചാര ഇടാവുന്നൊന്നും പറഞ്ഞേക്കല്ലേ. എടാ ഞാൻ കാര്യം ചോദിച്ചിട്ടേ, ഞാൻ അത്രയ്ക്ക് മുണ്ണായിട്ട് നിങ്ങക്ക് തോന്നുന്നുണ്ടോ? എടാ നീ ആയോണ്ട് പറഞ്ഞു. നീ അന്ന് നമിതയുടെ വീട്ടിൽ പോയപ്പോ 2 ഗ്ലാസ് ജ്യൂസ് അല്ലേടാ കുടിച്ചത്? അത് ചോദിച്ചിട്ടല്ലേ? എടാ നമ്മള് ചോദിക്കുമ്പോ എന്താ കുഴപ്പമില്ല എന്ന് പറയണേ. അല്ലാതെ എടുത്തോന്ന് പറഞ്ഞാൽ അവര് വിചാരിക്കത്തില്ല മര്യാദ ഇല്ലാത്തവരാ. എടാ നമ്മള് കൊടുത്ത് നമ്മളോട് ഒരാള് ചോദിക്കാണ് നിനക്ക് വേണോ? അല്ല എടാ, ഇപ്പം സ്വാഭാവികമായിട്ട് ഞാനിപ്പം അവളുടെ അമ്മയാ. ഞാൻ നിന്നോട് ചോദിക്കും, മോനെ കാപ്പി എടുക്കട്ടെ? ഞാൻ പറയാം ആന്റിക്ക് ഓക്കെ ആണെങ്കിൽ എടുത്തോളാൻ പറയും. അടാ അങ്ങനല്ല ആന്റി, കുഴപ്പമില്ല ആന്റി, കുഴപ്പമില്ല. ഞങ്ങള് കഴിച്ചിട്ടും കുടിച്ചിട്ടും ഒക്കെ തന്നെ. ഞാൻ അത് പറഞ്ഞോളാം, കുഴപ്പമില്ല. അത് ഫേബ എവിടുന്ന് പോയി പിടിക്കും? എടാ ഫേബ വരുന്നില്ല ഒന്ന്. ഫേബ ഇന്നലെ പോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്കറിയത്തില്ല. ഇന്നലെ പോയൊന്നുമില്ല, ഇന്നലെ വന്നില്ല. അവള് പോയൊന്നുമില്ല. ഇല്ല, അവളുടെ ഫാദറിന് വയ്യാതെ അടക്കുക. അങ്ങോട്ട് കയറണോ? ഫേവയുടെയോ? എന്നാ തിരിച്ചു വരുമ്പോ ഫേവയുടെ നിനക്കല്ലേ സമയമില്ലെന്ന് പറഞ്ഞു പെട്ടെന്ന് പോണം. അതാണ് പിന്നെ എടാ ഒരു 10 അരമണിക്കൂറോളം ഇരിക്കാം. അരമണിക്കൂർ മാക്സിമം 10 മിനിറ്റ് നമ്മള് കാണുക.
പിന്നെ സംസാരിക്കുക നീ മിണ്ടുന്നു, നീ കാഷ്വൽ ആയിട്ട് മിണ്ടണം. ലവ് ടോപ്പിക് ഒന്നും ഇട്ടേക്കല്ലേ. ആണോ സീന? ഇന്നലെ എന്നെ അമല് വിളിച്ച്, അമൽ എറണാകുളത്താ, അമല് കടവന്തരയിലാ. എന്നോട് പറഞ്ഞു ഫൂഫു കെണ്ടിയിൽ പഠിച്ചേ. എന്നിട്ട് അവൻ പറഞ്ഞു നീ ഒരു 12 മണിക്ക് ഒറ്റക്ക് ഇറങ്ങിയാ മതി. പിടിച്ചോണ്ട് പോകും. പിടിച്ചോണ്ട് പോകാനൊന്നുമില്ല. എടാ ചിലര് ചോദിക്കും, ചിലര് നല്ല മനസ്സുള്ളവര് ചോദിക്കും അറിയൊക്കെ അതല്ല, നല്ല മനസ്സുള്ളവര് ചോദിക്കും അറിയൊക്കെ മര്യാദക്ക്, ഇല്ലെങ്കിൽ പിടിച്ചോണ്ട് പോകും. കാണാൻ കൊള്ളാണെങ്കിൽ പിടിച്ചോണ്ട് പോകും. പിന്നെ അവര് തിരിച്ച് നിന്നെ പത്തനംതിട്ട റൂട്ടല്ലേ? അല്ല തിരി സ്റ്റേഡിയത്തിന്റെ അവിടെ ഇല്ലേ, ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. എടാ അവിടെ ഓരോ മരച്ചോട്ടിന്റെ അവിടെ ചെന്ന് നോക്കിയാൽ മതി. ആന്ന് നീ മറ്റേ ഇത് കണ്ടല്ലേ ഹൃദയം, ഹൃദയത്തിനകത്ത് മറ്റേ ഒരു കസേര അടുപ്പിച്ചടുപ്പിച്ചിട്ടേക്കുന്നില്ലേ മറൈൻ ഡ്രൈവ് പോലെ. ഇവിടെ അവിടെ അതുപോലെയാ മറൈൻ ഡ്രൈവ്, ഇങ്ങനെ കസേര ഉണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിലെ കുറെ പിള്ളേരുണ്ട് അവിടെ. ഞങ്ങളെല്ലാം കൂടെ ഇറങ്ങും ഒരു ദിവസം. അല്ല ഒരു ദിവസം അല്ല, ഞങ്ങളെല്ലാം കൂടെ ഇറങ്ങുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റലാണ്, ഞങ്ങൾക്ക് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല, എപ്പോ വേണേലും ഇറങ്ങാം. പിള്ളേരല്ലേ അല്ല ചില ഹോസ്റ്റലുണ്ടോ, ചില ഹോസ്റ്റലിൽ ടൈമിംഗ് ഉണ്ട്, ഇന്ന സമയത്ത് കാരണം. ഞങ്ങളുടെ ടൈമിംഗ് ഒന്നുമില്ല, എപ്പോ വേണേലും എങ്ങോട്ട് വേണേലും പോകാം, ഒരു പ്രശ്നമില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞങ്ങൾക്ക് തോന്നുന്നതിലൊക്കെയാ. പിന്നെ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ സമയത്ത് കാണാം, ഇല്ലെന്നുണ്ടെങ്കിൽ അതില്ല, അല്ലാത്ത പ്രശ്നം.